തികച്ചും അപ്രതീക്ഷിതമായിക്കൊണ്ട് മരണത്തെ നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അത്തരത്തിലൊരു ദാരുണ സംഭവത്തിന്റെ ഇരയാണ് ഇടുക്കി വാഗമൺ സ്വദേശിയായ ജിജോ സെബാസ്റ്റ്യൻ. ചേർത്തലയിലെ സഹോദരിയുടെ വീട്ടിലേക്ക് ഭാര്യയെയും മകളെയും കാണാനുള്ള യാത്രയിലായിരുന്നു ജിജോ. 2 ദിവസം മുൻപാണ് ഭാര്യയെയും 15 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും അവിടെ കൊണ്ടുപോയി ആക്കുന്നത്. ഞായറാഴ്ച അവധിയായതിനാൽ അവരെ കൂട്ടാൻ പോകുന്ന വഴിയായിരുന്നു. പക്ഷേ ആ യാത്ര ജിജോയുടെ അവസാന യാത്രയായി മാറി. കഴിഞ്ഞ ദിവസം രാത്രി പോലും ജിജോ തന്റെ സോഷ്യൽ മീഡിയയിൽ ഭാര്യയ്ക്കും മകൾക്കുമൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ 8 വർഷത്തോളമായി എറണാകുളം ജയലക്ഷ്മി സിൽക്സിലെ അക്കൗണ്ട്സ് വിഭാഗം ജീവനക്കാരനാണ് ജിജോ. കുടുംബത്തിന്റെ ഏക വരുമാനമായിരുന്നു ജിജോയുടെ ഈ ജോലി. ഒരു ബസ് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം നഷ്ടമായത് ഒരു നിരപരാധിയായ ചെറുപ്പക്കാരന്റെ ജീവനാണ്. ജിജോ കൃത്യമായി സിഗ്നൽ കണ്ടതും വാഹനം നിർത്തിയിരുന്നു. എന്നാൽ അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് പെട്ടെന്ന് റെഡ് സിഗ്നൽ കണ്ടതും ബ്രേക്ക് ചെയ്യുകയായിരുന്നു. തുടർന്ന് ബസ് നേരെ സിഗ്നലിൽ ഇടിച്ച് ജിജോയുടെ ദേഹത്തേക്ക് വീണാണ് അപകടം സംഭവിക്കുന്നത്. ബസ്സിനടിയിൽപ്പെട്ട ജിജോയെ പുറത്തെടുക്കാൻ പക്ഷേ സമയം ഏറെ വേണ്ടി വന്നു. ആദ്യം അടിയിലൂടെ നോക്കിയപ്പോൾ ജിജോയുടെ കൈ അനങ്ങുന്നത് കണ്ടിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷേ ബസ്സിനടിയിൽപ്പെട്ടതിനാൽ ഒരു തരത്തിലും രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അതിനാൽ തന്നെ മരണത്തിനോട് മല്ലടിച്ച് 1 മണിക്കൂറോളം ജിജോ ആ ബസ്സിനടിയിൽ കിടന്നു. പിന്നീട് ക്രെയിൻ വന്ന് ബസ് ഉയർത്തിയതിനു ശേഷമാണ് ജിജോയെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത്. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ജിജോയുടെ അകാല വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമെല്ലാം. മഴ പെയ്ത റോഡിനുണ്ടായ തെന്നലും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണമായി. കൂടാതെ തേഞ്ഞു തീർന്ന ടയറുകളുമായാണ് കല്ലട എന്ന ബസ് മരണപ്പാച്ചിൽ നടത്തിയതെന്നാണ് ദൃക്സാക്ഷികളും പറയുന്നത്. ബസ്സിലുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മാടവന ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു അപകടം സംഭവിച്ചത്. അപകടം നടന്നതോടെ ബസ്സിലെ ഡ്രൈവർ പരിക്കുകളോടെ ഓടി രക്ഷപ്പെട്ടുവെന്ന് നാട്ടുകാർ പറയുന്നു. ബാംഗ്ലൂരിൽ നിന്നും വർക്കലയിലേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എന്തായാലും ഈ ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ ഇല്ലാതായത് ഒരു നിരപരാധിയായ ചെറുപ്പക്കാരന്റെ ജീവനാണ്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.